19 വ്യത്യസ്ത തരത്തിലുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സൽ ഫോർമുല. എക്സലിലെ സബ് ടോട്ടൽ ഫംഗ്ഷൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷനെ കുറിച്ച് അഥവാ അഗ്രിഗേറ്റ് ഫോർമുലയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ സം, ആവറേജ്, കൗണ്ട് എന്നിങ്ങനെയുള്ള അഗ്രിഗേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്: ഫോർമുല എററുകളെയും ഹൈഡ് ചെയ്യപ്പെട്ട വരികളിലുള്ള വാല്യൂസിനെയും ഇഗ്നോർ ചെയ്യാനുള്ള ഓപ്ഷൻ അഗ്രിഗേറ്റ് ഫംഗ്ഷനിലുണ്ട്. ഇനി എക്സൽ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഒരു സാമ്പിൾ ഗ്രോസറി ബില്ലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തന്നെ ഒരു കോപ്പി റൈറ്റ് സൈഡിൽ കാണാം. ആദ്യത്തെ കോളത്തിൽ ഐറ്റത്തിൻ്റെ പേര്, രണ്ടാമത്തെ കോളത്തിൽ പ്രൈസ്, മൂന്നാമത്തെ കോളത്തിൽ ക്വാണ്ടിറ്റി, നാലാമത്തെ കോളത്തിൽ എമൗണ്ട്. നമുക്കറിയാവുന്നതുപോലെ ക്വാണ്ടിറ്റിയെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് എമൗണ്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഈ കാണുന്ന എമൗണ്ടുകളുടെ സം കണ്ടെത്താനായിട്ട്, അതായത് ഈ ബില്ലിൻ്റെ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഇവിടെ ഞാൻ സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഈക്വൽ സം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എമൗണ്ട് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ. നോക്കുക, ഈ ബില്ലിൻ്റെ ടോട്ടൽ നമുക്കിവിടെ കിട്ടി. അതായത് ഈ കാണുന്ന വാല്യൂസിൻ്റെ സം നമുക്കിവിടെ കിട്ടി. അതേസമയം ഈ കാണുന്ന സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു എറർ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ സം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതും എറർ ആയിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ 5ന് പകരം 5 kg ഉപയോഗിക്കുന്നു, എൻ്റർ. നോക്കുക, ഒരു നമ്പറിനെ ടെക്സ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സൽ റിട്ടേൺ ചെയ്യുന്നത് ഒരു വാല്യൂ എറർ ആയിരിക്കും. അതിൻ്റെ ഫലമായിട്ട് സം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതും വാല്യൂ എററാണ്. ഇത്തരം സാഹചര്യങ്ങളിലാണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ്റെ ഉപയോഗം വരുന്നത്. ഈ കാണുന്ന സെല്ലുകളിലുള്ള എറർ വാല്യൂസിനെ ഇഗ്നോർ ചെയ്തിട്ട് ബാക്കിയുള്ള സെല്ലുകളിലുള്ള വാല്യൂസിൻ്റെ സം കണ്ടെത്താനായിട്ട് ഈ ഫോർമുല ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ അഗ്രിഗേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. അഗ്രിഗേറ്റ് ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ഫംഗ്ഷൻ നമ്പർ. ഇവിടെ ആവറേജ്, കൗണ്ട്, കൗണ്ട്, മാക്സ്, മിൻ തുടങ്ങി 19 ഓപ്ഷൻസ് കാണാം. നമുക്ക് കണ്ടെത്തേണ്ടത് സം ആണ്. ഒന്നിൽ സമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 9 എന്ന കോഡ് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഓപ്ഷൻസ്. നോക്കുക, ഇവിടെ 8 ഓപ്ഷൻസ് ആണുള്ളത്. ഹൈഡ് ചെയ്യപ്പെട്ട വരികളിലുള്ള വാല്യൂസിനെ ഇഗ്നോർ ചെയ്യാം, എറർ വാല്യൂസിനെ ഇഗ്നോർ ചെയ്യാം, സബ് ടോട്ടൽ ഫംഗ്ഷനെയും അഗ്രിഗേറ്റ് ഫംഗ്ഷനെയും ഇഗ്നോർ ചെയ്യാം. അങ്ങനെ 8 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലെ 8ാമത്തെ ഓപ്ഷൻ, അതായത് ഇഗ്നോർ ഹിഡൻ റോസ് ആൻഡ് എറർ വാല്യൂസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് അറേ. ഏത് വാല്യൂസിൻ്റെയാണോ അഗ്രിഗേറ്റ് കണ്ടെത്തേണ്ടത്, ഈ കേസിൽ ഏത് വാല്യൂസിൻ്റെയാണോ സം കണ്ടെത്തേണ്ടത്, ആ വാല്യൂസ് ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ കാണുന്ന സെല്ലുകളിലുള്ള വാല്യൂസിൻ്റെ സം അഗ്രിഗേറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. ഇനി ഈ വാല്യൂ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി എറർ വാല്യൂ ഒഴിച്ചിട്ടുള്ള വാല്യൂസ് സെലക്ട് ചെയ്യുന്നു. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിലുള്ള വാല്യൂസിൻ്റെ സം ആണ് കാണുന്നത്, 5215. ഇനി ഇവിടെ ഒരു എറർ ഞാൻ മാനുവലി ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ 3/0. എക്സലിൽ ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഷൻ എറർ ആകും റിസൾട്ട്, എൻ്റർ. നോക്കുക, ഫോർമുല ഡിവിഷൻ എററാണ് റിട്ടേൺ ചെയ്യുന്നത്. അതിനനുസരിച്ച് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. വീണ്ടും ഈ വാല്യൂ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. 1765. ഇനി ഇവിടെയുള്ള കുറച്ച് വരികൾ ഞാൻ ഹൈഡ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ഹൈഡ്. നോക്കുക, വീണ്ടും അഗ്രിഗേറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ വിസിബിൾ ആയിട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം ആണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. നോക്കുക, 1290. അതേസമയം തൊട്ടിപ്പുറത്ത് സം ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന സെല്ല് നോക്കുക. വിസിബിൾ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള സെല്ലുകളുടെ വാല്യൂസിൻ്റെ സം ആണ് സം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. വരികളാണ് ഹൈഡ് ചെയ്യുന്നു. ഇനി വളരെ പെട്ടെന്ന് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കൗണ്ടും ലാർജസ്റ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ഈ കാണുന്ന ഐറ്റംസിൻ്റെ കൗണ്ട് കണ്ടെത്താനായിട്ട് ഈ സെല്ലിൽ ഈക്വൽ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. ഈ കാണുന്ന ഐറ്റംസിൻ്റെ കൗണ്ടാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി കൗണ്ട് എ, കോമ, ഇഗ്നോർ ഹിഡൻ റോസ് ആൻഡ് എറർ വാല്യൂസ്, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് അറേ. ഐറ്റംസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ. നോക്കുക, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ 8 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. കാരണം ഈ ബില്ലിൽ 8 ഐറ്റംസ് ആണുള്ളത്.
വീണ്ടും ഈ കാണുന്ന സെല്ലുകളിലെ ലാർജസ്റ്റ് വാല്യൂ കണ്ടെത്താനായിട്ട് ഈക്വൽ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ, ലാർജസ്റ്റ് വാല്യൂ കണ്ടെത്താനായിട്ട് മാക്സ് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി 4, അവസാനത്തെ ഓപ്ഷന് വേണ്ടി 7, അറേ വാല്യൂസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. ഇവിടെയുള്ളതിൽ ഏറ്റവും വലിയ വാല്യൂ 750 ആണ്. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ 750 എന്ന സംഖ്യയാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെയുള്ള കുറച്ച് വരികൾ ഞാൻ ഹൈഡ് ചെയ്യുന്നു. ഹൈഡ്. നോക്കുക, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട്സ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ ഇപ്പോൾ 5 items ആണ് വിസിബിൾ ആയിട്ടുള്ളത്. കൗണ്ട് 5, ലാർജസ്റ്റ് വാല്യൂ 350. നോക്കുക, ഇവിടെയുള്ളതിൽ ഏറ്റവും വലിയ വാല്യൂ 350 ആണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സബ് ടോട്ടൽ ഫംഗ്ഷൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. സബ് ടോട്ടൽ ഫംഗ്ഷനെ കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഈ ചാനലിലെ വീഡിയോ സെക്ഷൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.